ഭീകരതയെക്കുറിച്ച് വിശദീകരിക്കാൻ ഇന്ത്യ ലോകരാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കുന്നു. സന്ദർശനം തുടങ്ങുകയാണ്. സർവകക്ഷി സംഘത്തിന്റെ ഭാഗമായ MP ജോൺ ബ്രിട്ടാസാണ് ഇത്തവണ QHNൽ നമുക്കൊപ്പം. നമസ്കാരം. സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കാൻ കേന്ദ്ര സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് പോരായ്മയാണ് എന്ന് താങ്കൾ പറഞ്ഞതിനു ശേഷമാണ് ഈ നയതന്ത്ര നീക്കവുമായി സഹകരിക്കും എന്നുകൂടി ആവർത്തിക്കുന്നത്. അതായത് രാജ്യത്തിനകത്ത് ഉയരുന്ന ചില ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാതെ ലോകത്തിന് മുന്നിൽ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാനുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുകയാണോ? അതുകൂടിയാണോ ഈ സന്ദർശനത്തിന് പിന്നിൽ? പ്രധാനമന്ത്രിക്കും കേന്ദ്ര ഭരണകക്ഷിക്കും യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് നോക്കുന്നതിനപ്പുറത്ത് ഇത്തരമൊരു ദൗത്യം നമ്മുടെ രാജ്യത്തിന് ഗുണപ്രദമായിരിക്കുമെന്നുള്ള തിരിച്ചറിവിലാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മാറ്റിവെച്ചുകൊണ്ട് ഈ ഒരു ദൗത്യവുമായിട്ട് ഞങ്ങൾ സഹകരിക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ആവശ്യം പ്രധാനമായിട്ടും പ്രധാനമന്ത്രി തന്നെ ഒരു സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുക, പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുക. ഒരു ജനാധിപത്യ രാജ്യം പോലും അല്ലാത്ത പാകിസ്ഥാനിൽ പാർലമെന്റ് സമ്മേളനം നടന്നു ഈ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇന്ത്യയിൽ ഒരു പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർക്കുന്നതിൽ എന്താണ് കേന്ദ്ര സർക്കാരിന് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരികളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനപരമായിട്ടുള്ള പരാമർശങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. എങ്കിൽ പോലും രാജ്യത്തിൻ്റെ ലാർജറായിട്ടുള്ള ഒരു കോസ്, ഉദ്ദേശലക്ഷ്യത്തെ, ഉദാത്തമായിട്ടുള്ള ഒരു ഉദ്ദേശലക്ഷ്യത്തെ മുൻനിർത്തിയാണ് എൻ്റെ പാർട്ടി ഈ ഒരു പബ്ലിക് ഔട്ട്റീച്ച് ഡിപ്ലോമസിയുമായിട്ട് സഹകരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അത് കേവലപരമായിട്ട് നമ്മൾ രാജ്യത്തിൻ്റെ വിഷയം വരുമ്പോൾ ഒരു സങ്കുചിതമായ നിലപാട് സ്വീകരിക്കരുത് എന്നുള്ള തിരിച്ചറിവ് കൂടി ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട്. ഈ വിദേശ രാജ്യങ്ങളിലേക്ക് സംഘത്തെ അയക്കുന്ന കേന്ദ്ര സർക്കാർ ഈ നടപടികളൊന്നും വിശദീകരിച്ചിട്ടില്ല. പക്ഷേ സർക്കാർ നടപടികളുമായി സഹകരിക്കും എന്ന് താങ്കൾ അടക്കമുള്ളവർ പറയുകയും ചെയ്യുന്നു. അതായത് പ്രതിപക്ഷ പാർട്ടികളെ നേരത്തെ കേന്ദ്ര സർക്കാർ വിശ്വാസത്തിലെടുക്കണമായിരുന്നു. അത് സുവ്യക്തമാണ് അല്ലേ? ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനത്തോട് വിയോജിപ്പുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഒന്ന്, നമ്മുടെ ആഭ്യന്തരമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്ന ചില അനിവാര്യമായിട്ടുള്ള കടമ്പകളുണ്ട്. ആ കടമ്പകളൊക്കെ അവഗണിച്ചുകൊണ്ട്, ആ കർത്തവ്യമൊക്കെ പിന്നോട്ട് തള്ളിക്കൊണ്ട് ഇതുപോലുള്ള ഒരു ദൗത്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. പക്ഷേ അങ്ങനൊരു ദൗത്യം പ്രഖ്യാപിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിനോട് സഹകരിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുമ്പോൾ രാജ്യ താല്പര്യമാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ ഇക്കാര്യത്തിൽ വേണ്ടത്ര വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ള പരാതി കൊണ്ട് അത് വസ്തുതയുമാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ ഒരു ഡെലിഗേഷനിലെ അംഗങ്ങളെ തീരുമാനിക്കുന്നത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് കൂടിയാലോചിച്ചായിരുന്നെങ്കിൽ അത് കുറേയും കൂടി ശോഭ പകരുമായിരുന്നു. അഥവാ ഇനി സർക്കാരിന് ഇന്ന ആൾക്കാർ വേണമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളോട് പറയാമായിരുന്നു, ഇന്ന ആൾക്കാർ ഉണ്ടാകുന്നത് ഗുണകരമായിരിക്കും, അഭികാമ്യമായിരിക്കും ഞങ്ങളുടെ കണക്ക് കൂട്ടലിൽ എന്നുള്ള ഒരു അഭിപ്രായം അങ്ങോട്ട് പറയാമായിരുന്നു. അങ്ങോട്ട് പറയുമ്പോൾ ഇതുപോലുള്ള ദൗത്യങ്ങൾ അനുഷ്ഠിക്കുന്ന സമയത്ത് ഒരു സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടികളല്ല നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയും അവധാനതയും കുറേ കൂടി ഒരു മര്യാദയും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് കാണിക്കാമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഞാൻ ഇവിടെ കൃത്യമായി പറയുകയാണ്. എന്നെ ബന്ധപ്പെട്ടിരുന്നു, പാർലമെൻ്ററി മന്ത്രിയാണ് എന്നെ ബന്ധപ്പെട്ടത്, ശ്രീ കിരൺ റിജ്ജു. അപ്പോൾ തന്നെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിരുന്നു, താങ്കളുടെ ക്ഷണത്തിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ പാർട്ടിയുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കാൻ കഴിയുന്നു ഉള്ളത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. അതിനുശേഷം ഞങ്ങളുടെ പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്ത് പൊളിറ്റ് ബ്യൂറോ ഒരു തീരുമാനമെടുക്കുകയും പൊളിറ്റ് ബ്യൂറോ ഒരു വിശദമായിട്ടുള്ള പ്രസ്താവന പുറപ്പെടുവിക്കുകയും ചെയ്തു. അപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു വിഷയത്തെ പരസ്യമായിട്ടുള്ളൊരു സംവാദത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്തു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ആദ്യമായിട്ട് കൃത്യമായൊരു ചുവടുവെപ്പ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാതെ പോയതിൻ്റെ ഒരു പോരായ്മയാണ് യഥാർത്ഥത്തിൽ എഴുന്നു നിൽക്കുന്ന ഘടകങ്ങളുടെ. സർക്കാർ എല്ലാ കാര്യം കൃത്യമായി ആലോചിച്ച് ചെയ്യുന്നു, അത് ഉറപ്പാക്കുന്നു. ഇതിനിടയിൽ പ്രതിപക്ഷത്തോട് എന്ത് ആലോചിക്കണമെന്നാണ് ഈ ചർച്ചകളൊക്കെ വരുന്ന BJP നേതാക്കന്മാർ ചോദിക്കുന്നത്. അതായത് പ്രതിപക്ഷം അങ്ങനെ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യമാണ് ചെയ്യുക ഈ സാഹചര്യത്തിൽ എന്നുള്ളൊരു ചോദ്യം അവർ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ ഞാൻ ചില കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറഞ്ഞിരുന്നു, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രാജ്യസഭയിലെ സഹപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്.
അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ്, അത് പാർലമെൻ്ററി നേതാക്കളുടെ മാത്രം യോഗമാണ് ഇന്ത്യ അലയൻസിൻ്റേതായിട്ട് ചേർന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിരയിലെ നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. പക്ഷേ ഇതുപോലുള്ള വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസിന് ഒരു നേതൃത്വം നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാക്കളെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല? ഇന്നലെ വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് ബാനർജി അദ്ദേഹം പങ്കെടുത്തിരുന്നു. അദ്ദേഹവും ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയം ഞങ്ങൾ പരസ്പരം കൈമാറിയിരുന്നു. അതായത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു ഏകോപനം നടത്തിയിരുന്നെങ്കിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഇല്ലാതാക്കാമായിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെ കൃത്യമായ രീതിയിൽ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്താനും കഴിയുമായിരുന്നു ഒരു ഐക്യത്തോടെ നിന്നിരുന്നെങ്കിൽ. ഇപ്പോൾ ഐക്യത്തോടെ നിൽക്കാൻ പ്രതിപക്ഷ നിരയ്ക്ക് കഴിയാത്തതിൻ്റെ ഒരു വിഷമം കൂടി ഞാൻ ഇക്കാര്യത്തിൽ കാണുന്നു. ഇത് ഞാൻ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ DMKയിലെ നേതാവിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് അഭിഷേക് ബാനർജിയോടും ഞാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഒരുപക്ഷെ ഇതിൽ ഒരു രാഷ്ട്രീയ ലാഭം കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളിൽ ഒരു അനൈക്യം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ ഏതൊരു നിലപാടിലും ഏതൊരു തീരുമാനത്തിലും രാഷ്ട്രീയം കാണുന്ന ഒരു പ്രത്യേക സംസ്കാരമുള്ള പാർട്ടിയാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത്. പക്ഷേ നമ്മളും, അതായത് പ്രതിപക്ഷ കക്ഷികളും കുറേയും കൂടി ജാഗ്രതയോടെ പ്രവർത്തിക്കണമായിരുന്നു. ഇപ്പം ഞങ്ങളുടെ പാർട്ടിക്കാരും വിശദമായി ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്തു. അത് എല്ലാ പാർട്ടിയും ഒരു ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാമായിരുന്നു. അതല്ലെങ്കിൽ അതിനു മുമ്പ് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ഒരു ഏകോപനം സാധ്യമാക്കാമായിരുന്നു. എന്തുകൊണ്ട് ചെയ്തില്ല? ആ ചോദ്യങ്ങളും പ്രസക്തമാണ്. ഞാനിപ്പോൾ ഇത് കേവലം CPMൻ്റെ പ്രതിനിധിയായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു ദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇതിൽ പക്ഷേ ഇപ്പോൾ ഈ ഏകോപനമില്ലായ്മ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് ചെയ്യേണ്ട ആ ഏകോപനം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഈ പഹൽഗാം ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ ഉയർത്തിയ വിമർശനങ്ങളിൽ അതൊരു എക്സിലെ സന്ദേശമാണെങ്കിൽ പോലും അതിൽ തന്നെ രണ്ടഭിപ്രായമൊക്കെ കോൺഗ്രസിനകത്തുണ്ടായിരുന്നു. ഈ ഏകോപനമില്ലായ്മ ഇങ്ങനെ ഒരു സംഘത്തെ അയക്കുന്നതിൽ പോലും അത് പ്രതിഫലിക്കുന്നു, അത് രാഷ്ട്രീയ ചർച്ചകളിലേക്ക് കടക്കുന്നു. ശശി തരൂർ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായതും അങ്ങനെ തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ? യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നതിൽ എനിക്ക് ഒട്ടേറെ വൈമുഖ്യമുണ്ട്. പക്ഷേ ശശി തരൂരിന് മേൽ ഒരു വിവാദം അനാവശ്യമായിരുന്നുവെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഞാനിപ്പോഴും CPMൻ്റെ ഒരു പ്രതിനിധിയായിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ശശി തരൂരിനെ പോലൊരു വ്യക്തിയുടെ ഒരു യോഗ്യത ഒരു ചോദ്യചിഹ്നത്തിൽ നിർത്താൻ പാടില്ലായിരുന്നു. അദ്ദേഹം അധ്യക്ഷനായ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗമാണ് ഞാൻ. കേരളത്തിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരുമാണ് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ളത്. ഒരു ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റാണ്. ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. അന്താരാഷ്ട്ര രാഷ്ട്രീയം നന്നായിട്ട് വഴങ്ങുന്ന ഒരാളാണ്. MEAയുടെ, അതായത് വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദം അദ്ദേഹത്തിന് നൽകിയത് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് കിട്ടിയ ഒരു ചെയർമാൻഷിപ്പ് അത് ശശി തരൂരിന് നൽകിയത് കോൺഗ്രസ്സാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത്തരമൊരു ദൗത്യം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ആ ദൗത്യത്തിൻ്റെ ഭാഗമാകാനുള്ള എല്ലാ യോഗ്യതയും ശശി തരൂരിനില്ലേ? അപ്പോൾ ശശി തരൂരിൻ്റെ യോഗ്യതയ്ക്ക് മേലുള്ള ഒരു സംവാദമായി, വിവാദമായി അത് മാറ്റാൻ പാടില്ലായിരുന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കാനുള്ള ഉത്തരവാദിത്വം BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസത്തിൽ എടുക്കാതിരുന്നു എന്നതിൻ്റെ കാരണം കൊണ്ട് അതിനെ പാർട്ടിക്കുള്ളൊരു വിവാദമാക്കുകയും ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുകയും ചെയ്യേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റും. ഞാൻ പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ പോലും ഒരു സാധാരണ വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചില ചോദ്യങ്ങൾ ഇതാണ്. ശശി തരൂർ ഇക്കാര്യത്തിൽ യോഗ്യനായ ഒരു മനുഷ്യനല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിനെ MEA സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് പിൻവലിക്കണ്ടേ? ഞാൻ പറയാച്ച ഒരു ഡീഫോൾട്ട് ഓപ്ഷൻ അല്ലേ അദ്ദേഹം? യഥാർത്ഥത്തിൽ എന്നേക്കാൾ എത്രത്തോളം യോഗ്യന അദ്ദേഹം ഇക്കാര്യത്തിൽ? അത് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. അതായത് ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ദൗത്യവുമായി ബന്ധപ്പെട്ട് വളരെ ആർട്ടിക്കുലേറ്റ് ആയിട്ടുള്ള, പിന്നെ ഡൊമെയിൻ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ പാർലമെൻ്ററി കാര്യമന്ത്രിയായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എനിക്ക് നൽകിയിട്ടുള്ള ചില വിവരങ്ങൾ ഇങ്ങനെയാണ്. അതായത് കേന്ദ്ര സർക്കാർ ചില വ്യക്തികളെ ഇങ്ങനെ ആ ലിസ്റ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം, ഇതൊരു അംബ്രല ഡെലിഗേഷൻ ആയതുകൊണ്ട് ആ ഡെലിഗേഷനിൽ പല ഘടകങ്ങളും നോക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ഈ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ, ഡൊമെയിൻ എക്സ്പെർട്ടൈസ്, ആർട്ടിക്കുലേറ്റ് ആണോ, ആ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ,
അതോടൊപ്പം തന്നെ ഒരു റെപ്രസെൻറ്റേറ്റീവ് നേച്ചർ, അത് രാഷ്ട്രീയ പാർട്ടികളുടേതായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ, പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം അതിനകത്ത് പ്രാതിനിധ്യം കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ വനിതകൾക്കുള്ള പ്രാതിനിധ്യം, അതോടൊപ്പം തന്നെ മുസ്ലിം ഫേസസ് നോക്കുക. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട മുസ്ലിം ഫേസ് ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ സൽമാൻ ഖുർഷിദ് വരുന്നുണ്ട്, മുൻ കേന്ദ്രമന്ത്രി ഗുലാം നബി ആസാദ് വരുന്നുണ്ട്, ഒവൈസി ഉണ്ട്, ഇ.ടി. മുഹമ്മദ് ബഷീറുണ്ട്, എത്രയോ ആൾക്കാരുണ്ട്. അപ്പോൾ അത് വളരെ അങ്ങനെ ഒരു പ്രാതിനിധ്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ലിസ്റ്റ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി എന്നോട് പറഞ്ഞത്. അതൊക്കെയാണെങ്കിൽ തന്നെയും ആ ലിസ്റ്റ് സംബന്ധിച്ചും ബന്ധപ്പെട്ട പാർട്ടികളുടെ നോമിനികളെ കുറിച്ച് ആ പാർട്ടികളോട് അവർക്ക് ചർച്ച ചെയ്യാമായിരുന്നുള്ളൊരു വിഷയമുണ്ട്. പക്ഷേ ഇതുപോലെ അവരൊരു ലിസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. ആ ലിസ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ശശി തരൂർ ഉണ്ടാകുന്നത് സ്വാഭാവികമല്ലേ. അപ്പോൾ കോൺഗ്രസ് ശശി തരൂരിനെ തള്ളിക്കളയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ശശി തരൂരിന് ഇതുപോലുള്ളൊരു ദൗത്യത്തിൽ ഭാഗമാക്കാനുള്ള യോഗ്യത ഇല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് MBA സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം നിൽക്കുന്നത്? പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ മുമ്പ് വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രിയാക്കി കോൺഗ്രസ് തന്നെ നിയമിച്ചിരുന്നത്? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പ്രസക്തമല്ലേ? ഇത് ഞാൻ ഒരു തരത്തിലും കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഏതൊരു വ്യക്തിയുടെയും മനസ്സിലേക്ക് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഇത് മാത്രമല്ല, ഈ വിവാദവും സംവാദവും ഒക്കെ എക്സിലും അതുപോലെ പരസ്യ പ്രസ്താവനകളിലൂടെ നടന്നതുകൊണ്ടാണ്. മറിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിൽ നടന്ന ഒരു ചർച്ചയായിരുന്നുവെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ലായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആനന്ദ് ശർമ്മയ്ക്കൊപ്പം വെക്കുന്ന 3 പേരുകൾ, അത് മുസ്ലിം സമുദായത്തിൽ നിന്നാണെങ്കിൽ നസീർ ഹുസൈൻ വരുന്നു, നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഗൗരവ് ഗൊഗോയ് വരുന്നു, സിഖ് സമുദായത്തിൽ നിന്ന് രാജ് ബ്രാർ. ഇത് ഈ അംബ്രല പരിഗണനയാണെങ്കിൽ അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലിസ്റ്റ് കോൺഗ്രസ് കൊടുക്കുന്നു. അത് കേന്ദ്ര സർക്കാർ തള്ളുന്നു. അപ്പോൾ അതിനകത്തൊരു വലിയൊരു ഗെയിം പ്ലാൻ BJPയുടെ ഭാഗത്ത് നടക്കുന്നില്ലേ? ഇങ്ങനെ ആ ഒരു ലിസ്റ്റ് വെട്ടുക, ശശി തരൂരിനെ കൊണ്ടുവരിക, സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാം, അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാം. അങ്ങനെ ഒരു ഗെയിം പ്ലാൻ കൂടി ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ, അതായത് BJPയുടെ ഭാഗത്തു നിന്ന് അങ്ങനെയുള്ള ഒരുപാട് കരുനീക്കങ്ങളും കണക്കുകൂട്ടലുകളും നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ പോലും ധ്രുവീകരണ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഉപയോഗിക്കുന്നു. ഈ പഹൽഗാം സംഭവത്തിന് ശേഷം നരേന്ദ്രമോദി ആദ്യം പോയത് ബീഹാറിലൊരു റാലിയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം BJPയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ പോയി വീഴണമായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. അതായത് BJPക്ക് സതുദ്ദേശമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നില്ല എന്നുള്ള കാര്യം തർക്കമില്ല. പിന്നെ കോൺഗ്രസ്സിൽ ഇപ്പോൾ സർക്കാർ നോമിനേറ്റ് ചെയ്ത അല്ലെങ്കിൽ സർക്കാർ തീരുമാനിച്ച 4 പേരിനപ്പുറത്ത് ഇതുപോലുള്ളൊരു മിഷനിൽ പങ്കെടുക്കാൻ കഴിയുന്ന പ്രാപ്തിയും പ്രാഗൽഭ്യമുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഒരു സംശയമില്ല. അത്രത്തോളം ടാലൻസ് ഉള്ള പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി. അവിടെയൊന്നും നമുക്ക് തർക്കമില്ല. ഇപ്പം ഈ കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഈ പേരുകാരെയൊക്കെ എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാം. ഇപ്പോൾ ഗഗോയി ആണെങ്കിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആളാണ്, ലോകസഭയിൽ കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ലീഡറാണ്. നസീർ ഹുസൈൻ എൻ്റെ സ്നേഹിതനാണ്, JNUവിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്നു, രാജ്യസഭാ മെമ്പറാണ്. എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരും എനിക്ക് അറിയാവുന്നവരാ. അവർക്കൊക്കെ പ്രാഗൽഭ്യമുണ്ട്. കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഈ 4 പേര് മാത്രമല്ല, ഇനിയും വേണം ഒരു 10-15 പേരെ വേണമെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. 15 അതിനേക്കാൾ കൂടുതൽ എടുക്കാൻ പറ്റും. അത്രത്തോളം ടാലൻസ് ഉള്ള പാർട്ടിയാണ്. പക്ഷേ ആദ്യത്തെ ആ 4 പേരെ ഗവൺമെന്റ് നേരിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ഈ 4 പേര് വരുന്നതെന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. അവിടെയാണ് ഒരു വിവാദമുണ്ടായത്. അതായത് ശശി തരൂരിനെ മുൻനിർത്തി BJP വെച്ച ഒരു ട്രാപ്പിൽ കോൺഗ്രസ് ചെന്ന് ചാടി ആ തരത്തിലേക്ക് ഈ വിവാദങ്ങളങ്ങ് പോകുകയും ചെയ്തു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുകൂടി വിലയിരുത്താം. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഒരു കാര്യം പറയാം. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു തീരുമാനമെടുത്തു. അതായത് ഞങ്ങളുടെ നോമിനികളെ ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കുമെന്ന്. ആ പാർട്ടിയുടെ തീരുമാനത്തിൽ യാതൊരു തകരാറും ഞാൻ കാണുന്നില്ല. അത് അവരുടേതായ തീരുമാനമാണ്. ഇപ്പം മറ്റ് പാർട്ടികൾ, ഉദാഹരണം പറഞ്ഞാൽ DMKയിൽ നിന്ന് അവർ കണ്ടെത്തിയത് കണിമൊഴിയാണ്. കണിമൊഴിയേക്കാൾ സീനിയറായിട്ടുള്ള നേതാവ് ആ പാർട്ടിയിലുണ്ട്, TR ബാലു ഉണ്ട്. പക്ഷേ അവർ ബന്ധപ്പെട്ടത് കണിമൊഴിയാണ്. കണിമൊഴി സ്വാഭാവികമായിട്ടും DMK പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടാവും. DMK ശരി അനുമതി കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോൾ എന്നേക്കാൾ യോഗ്യനായിട്ടുള്ള ആൾക്കാർ എൻ്റെ പാർട്ടിയിലുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്നെയാണ് ബന്ധപ്പെട്ടത്. ബന്ധപ്പെട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ പാർട്ടിയെ ബന്ധപ്പെട്ടു. എൻ്റെ പാർട്ടിക്ക് അതിനോട് യോജിപ്പായിരുന്നു. അപ്പോൾ അതൊരു പ്രോസസ്സായിട്ട് ഞങ്ങളത് പൂർത്തീകരിച്ചു. ആ ഒരു പ്രക്രിയ ഞങ്ങളുടെ പാർട്ടി പൂർത്തീകരിച്ചു. കോൺഗ്രസിനും ആ ഒരു പ്രക്രിയ പൂർത്തിയാക്കാമായിരുന്നു, അതല്ലെങ്കിൽ വേറെ നിലപാടെടുക്കായിരുന്നു. പക്ഷെ പരസ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കണമായിരുന്നോ, അതും ശശി തരൂരിനെ ചുറ്റിപ്പറ്റി എന്നുള്ള ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. BJPയുടെ
ദുഷ്ടലാക്കിനെക്കുറിച്ചും ബി ജെ പിയുടെ കരുനീക്കങ്ങളെക്കുറിച്ചും കണക്കൂട്ടലുകളെക്കുറിച്ചൊക്കെ നമ്മൾ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളായിട്ടൊരു വിവാദം ഉണ്ടാക്കി ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാക്കണമായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പം ഞങ്ങളുടെ പാർട്ടി ഈ ഒരു പരിപാടിയോട് ഞങ്ങൾ സഹകരിച്ചില്ലായിരുന്നു വിചാരിക്കുക, ഏതെല്ലാം രീതിയിലായിരിക്കും നിങ്ങളുടെ ചാനൽ റിപ്പോർട്ട് ചെയ്യുക? അതൊന്ന് പറഞ്ഞേ, പറ. എന്തെല്ലാം രീതിയിലായിരിക്കും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക? നിങ്ങൾ എന്തെല്ലാം കഥകളുണ്ടാക്കിയിരിക്കും? അതായത് പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരിക്കുന്നത്, ജോൺ ബ്രിട്ടാസിന് അല്ലത്തിൻ്റെ പാകിസ്ഥാനോടൊരു പക്ഷപാതിത്വമുണ്ട് എന്നൊക്കെ നിങ്ങൾ തന്നെ എഴുതില്ലായിരുന്നോ? നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കില്ലായിരുന്നോ? അപ്പോൾ ഞങ്ങളതെല്ലാം പരിഗണിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ കോസ്, ആ വിശാലമായിട്ടുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഇക്കാര്യങ്ങൾ ഞങ്ങൾ സഹകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ കേന്ദ്ര സർക്കാർ ഈ വെട്ടിയ ഈ മൂന്ന് പേരും ആൻറ്റി നാഷണലുകളാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ പ്രോ പാക്ക് നിലപാടെടുത്തവരാണ് എന്ന തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളൊക്കെ ക്യാമ്പയിൻ ഇപ്പോൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ താങ്കൾക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നവർ കൂടിയാണ് അവർ. ആ തരത്തിലുള്ള ഒരു അലിഗേഷൻ കൊണ്ടുവന്നു കൂടിയാണ് കേന്ദ്ര സർക്കാർ ആ പേര് വെട്ടിയത്. അതുകൂടി ഇതിനകത്ത് എടുത്തു പറയണ്ടേ? BJP ആണ് ഇത് സംബന്ധിച്ചുള്ള പ്രചരണം നടത്തുന്നത്. അസംബന്ധമാണ്. ഇപ്പോൾ ഗഗോയി എന്ന് പറയുന്ന വ്യക്തി എനിക്കറിയാം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പാകിസ്ഥാനിൽ പോയവരൊക്കെ രാജ്യദ്രോഹികളാവുമോ? അങ്ങനെയാണ് ഞാൻ പാകിസ്ഥാനിൽ പോയിട്ടില്ലേ, നരേന്ദ്രമോദി പോയിട്ടില്ലേ? നരേന്ദ്രമോദി പാകിസ്ഥാനിലേക്ക് പോയിട്ട് നവാസ് ഷെരീഫിനെ ആലിംഗനം ചെയ്യുന്ന ചിത്രം എപ്പോഴും ഇല്ലേ? അപ്പം അതുകൊണ്ട് പാകിസ്ഥാൻ ചാരനാവും. ഈ ഒരു എന്താ പറയുക, ജിങ്കോയിസം, തീവ്ര ദേശീയതയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ സഹോദരന്മാർ ഗൾഫിലുള്ള ആൾക്കാർ, അവരുടെ ഓഫീസിൽ പാകിസ്ഥാൻകാരില്ലേ, അവരുടെ മുറിയിൽ പാകിസ്ഥാൻകാരില്ലേ? ഈ രൂപത്തിലാണോ നമ്മൾ രാഷ്ട്രീയത്തെ കാണേണ്ടത്? അതാണ് BJPയുടെ ഏറ്റവും വലിയ തകരാറ്. പുതാൻ പറഞ്ഞെന്താണ്, ഗഗോയി തൻ്റെ രാഷ്ട്രീയ എതിരാളിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പഴയ സഹപ്രവർത്തകനായ കോൺഗ്രസ് സംഭാവന ചെയ്ത ആളാകട്ട ഹിമന്ത ബിശ്വ ശർമ്മ, അസാമിലെ മുഖ്യമന്ത്രി, അദ്ദേഹമാണ് ഈ വിഷലിപ്തമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. നസീർ ഹുസൈൻ രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അവിടെ പാകിസ്ഥാൻ അനുകൂലമായി മുദ്രാവാക്യം വിളിച്ചു എന്നാണ് BJPക്കാർ അവകാശപ്പെടുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല, കള്ളക്കഥയായിരുന്നത്. അപ്പോൾ ഇതൊക്കെ BJP കാലാകാലമായിട്ട്, എന്തിനേറെ ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യ വക്താവായിട്ട് പ്രവർത്തിച്ച വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്കെതിരെ സൈബർ യുദ്ധം നടത്തിയവരില്ലേ ഇവർ? എന്തിനേറെ പഹൽഗാമിൽ രക്തസാക്ഷികളായിട്ടുള്ള ഉറ്റവർക്ക് എതിരെ, അതായത് ആരതിക്കെതിരെ, ഹിമാൻഷിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തിയവരല്ലേ ഇവർ? എന്തിനേറെ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂരൻ്റെ കാര്യങ്ങൾ പുറത്തേക്ക് നൽകാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന സോഫിയ ഖുറേഷിക്കെതിരെ ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലല്ലേ വിഷലിപ്തമായിട്ടുള്ള പ്രചരണം നടക്കുന്നത്? അതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതല്ലേ. അപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം മറിച്ച്, പക്ഷെ നമ്മുടെ ചോദ്യം എന്താണ്, ഇങ്ങനൊരു ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നപ്പോൾ ശശി തരൂരിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു വിവാദം അനാവശ്യമായിരുന്നു, ആവശ്യമായിരുന്നു എന്നുള്ളൊരു ചോദ്യത്തോടെ ഞാൻ പ്രതികരിക്കുന്നത്. അല്ലാതെ BJPയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും മഹത്വം പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വെച്ചു. ഈ തീവ്ര ദേശീയതയാണ് താങ്കൾ വിമർശിച്ച് സംസാരിക്കുന്നത്. ഈ തീവ്ര ദേശീയതയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരം അങ്ങനെ കയ്യടി കിട്ടുന്ന ആ ഡയലോഗുകളെല്ലാം പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഇന്ത്യ ഒരു നിലപാടെടുക്കുന്നത് എന്ന് BJP നേതാക്കന്മാർ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ സന്ദർശനം ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഭീകരവാദം പാകിസ്ഥാൻ പ്രോത്സാഹിപ്പിക്കുന്നു, ആ വിഷയം ഞങ്ങൾ ലോക സമൂഹത്തിന് മുന്നിൽ വ്യക്തമാക്കുന്നു. ഇതാണോ ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം? ഈ സന്ദർശനത്തിൻ്റെ ലക്ഷ്യം ഇതൊരു പബ്ലിക് ഔട്ട്റീച്ച് ഡിപ്ലോമസിയാണ്. ഇതൊരു പുതുമയുള്ള കാര്യമല്ല, ഇന്ത്യയിൽ പണ്ടും നടന്നിട്ടുള്ളതാണ്. 2008 മുംബൈയിലെ തീവ്രവാദ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇതുപോലുള്ള പ്രതിനിധി സംഘത്തെ വിദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് അടൽ ബിഹാരി വാജ്പേയി വലിയൊരു സംഘത്തെയും കൊണ്ട് ജനീവയിലേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ പുരികം മുകളിലേക്ക് പോകാനുള്ള കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ 10 വർഷമായിട്ട് നരേന്ദ്രമോദി ഇതുപോലുള്ളൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിൽ നിന്ന് ഇങ്ങനെയൊരു എന്താ പറയുക, സർവകക്ഷി പ്രതിനിധി സംഘത്തെക്കുറിച്ച് കേട്ടപ്പോൾ നമ്മുടെയൊക്കെ നെറ്റിച്ചുളിഞ്ഞു. ഈ പാർട്ടിയിൽ നിന്ന് അങ്ങനെ പ്രതീക്ഷിക്കാവോ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിവിധ വിദേശ രാഷ്ട്രങ്ങൾ എടുക്കുക, എനിക്ക് തന്നെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. അതായത് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ, അവർ തുടർച്ചയായിട്ട് ബൈപാർട്ടിസൺ എന്ന് വെച്ചാൽ വിവിധ കക്ഷികളെ, അവിടെ 2 പാർട്ടികളാണ്, ഡെമോക്രാറ്റിക് പാർട്ടി, റിപ്പബ്ലിക്കൻ പാർട്ടി. ആ 2 പാർട്ടികളിലെ പ്രതികൾ ഉൾപ്പെടുന്ന കോൺഗ്രഷണൽ ടീംസിനെ ഓരോ വർഷത്തിൽ മിക്കവാറും അയച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക്. ഇങ്ങനെയൊരു ഡിപ്ലോമസി എപ്പോഴും എല്ലാ രാജ്യങ്ങളും അവലംബിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇങ്ങനെയുള്ള സംഘങ്ങൾ പോകുമ്പോൾ ഒരു
പരമ്പരാഗത നയതന്ത്ര ചാനലിനപ്പുറത്തുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്, ഇപ്പം ഞങ്ങൾ പോകുന്നത് ജപ്പാൻ, കൊറിയ, ഇന്തോനേഷ്യ, മലേഷ്യ, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളിൽ 5 രാജ്യങ്ങളിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അവിടെയുള്ള ഗവൺമെൻറ് പ്രതികൾ, അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രതികൾ കൂടാതെ തിങ്ക് ടാങ്കുകൾ, അതുപോലെ തന്നെ അക്കാഡമിക് സമൂഹങ്ങൾ, സിവിൽ സൊസൈറ്റിയുടെ സമൂഹങ്ങൾ, അവർ സ്റ്റേറ്റ് ഏജൻസീസും നോൺ സ്റ്റേറ്റ് ഏജൻസീസും ഒക്കെ ആയിട്ട് നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. അവിടെയുള്ള മീഡിയ ആയിട്ട് ബന്ധപ്പെടും. അപ്പോൾ അതിലൊരു എന്താ പറയുക, രൂഢമൂലമായിട്ടുള്ള ഒരു നയതന്ത്ര ചാനലിനപ്പുറത്ത് ഒരു സോഫ്റ്റ് ഡിപ്ലോമസിയുടെ തലവും കൂടിയുണ്ട്. ഇപ്പം ഞാൻ വ്യക്തിപരമായിട്ട് ഊന്നാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ ഒരു ദൗത്യത്തിൽ, അതായത് ഇന്ത്യ എന്നുള്ള രാജ്യത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചാണ്. ഇപ്പം നമ്മൾ പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ അമേരിക്ക നമ്മളെ ഹൈഫണേറ്റ് ചെയ്താണ് വെക്കുന്നത്. എന്ന് വെച്ചാൽ പാകിസ്ഥാനെ അമേരിക്കയും ഒരു തരത്തിലാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു സെക്കിനും അത് ആശാസ്യമായിട്ടുള്ളൊരു നിലപാടല്ല. എന്താ കാരണം? പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ പേരിൽ രൂപം കൊണ്ട് മതത്തിൻ്റെ പേരിൽ വിദ്വേഷം ഉണ്ടാക്കി അഗാധ ഗർത്തത്തിലേക്ക് നിലംപതിക്കുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും പട്ടാളമുണ്ട്, പക്ഷെ ഒരു പട്ടാളത്തിൻ്റെ ഒരു രാഷ്ട്രമുണ്ട്, അത് പാകിസ്ഥാനാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വര രാഷ്ട്രമാണ്, അതായത് ഒരു ഡെമോക്രാറ്റിക് രാഷ്ട്രമാണ്, ഡൈവേഴ്സിറ്റി വൈവിധ്യങ്ങളുടെ രാഷ്ട്രമാണ്. ഇപ്പോൾ നമ്മുടെ പ്രതിനിധി സംഘത്തെ തന്നെ നോക്കുക, എത്രയോ മുസ്ലിം ഫേസസ്, എല്ലാ ജാതി മത വിഭാഗങ്ങളിൽ നിന്നും രാഷ്ട്രീയ, അതൊക്കെ ഇത് തന്നെ ഒരു സന്ദേശമല്ലേ മറ്റു രാഷ്ട്രങ്ങൾക്ക്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും ഒരു തരത്തിൽ അളക്കപ്പെടേണ്ടതല്ല എന്നുള്ള സന്ദേശം തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രതിനിധി സംഘത്തിൻ്റെ ഘടനയിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. അതല്ലെങ്കിൽ എന്താ കാരണം എന്ന് വെച്ചാൽ, പാകിസ്ഥാനിൽ തീവ്രവാദം, ഇന്ത്യയിൽ തീവ്രവാദം, നമ്മൾ ബലൂചിസ്ഥാനിലെ തീവ്രവാദത്തെ സഹായിക്കുന്നു, അവർ കാശ്മീരിൽ തീവ്രവാദം ഉണ്ടാക്കും. ഇങ്ങനെ ഇത് രണ്ടും കൂടി താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ഇംപ്രഷനാണ് ലോകരാഷ്ട്രങ്ങളുടെ മനസ്സിൽ. അത് നീക്കേണ്ട സമയം കഴിഞ്ഞു. നമുക്ക് തീവ്രവാദമല്ല, നമുക്ക് നമ്മുടെ ജനങ്ങളുടെ അഭിവൃദ്ധിയാണ്, നമ്മുടെ സമ്പദ്ഘടനയുടെ പുരോഗതിയാണ് എന്നുള്ള കാര്യം അടിവരയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതേസമയത്ത് പക്ഷേ പാകിസ്ഥാൻ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന പോലെ പാകിസ്ഥാനും ഒരു സംഘത്തെ വിടുന്നു, ബിലാവൽ ഭൂട്ടോയൊക്കെ പോയി. അത് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പാകിസ്ഥാനെ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, അതൊരു രാഷ്ട്രമല്ലേ, അവിടെ സംവിധാനങ്ങളില്ലേ. അപ്പോൾ നമ്മൾ ചെയ്യുന്നതൊക്കെ അവരും ചെയ്യാൻ ആഗ്രഹിക്കും. പക്ഷേ നമ്മുടെ സന്ദേശം കുറേയും കൂടി മിഴിവും മികവും ഉള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. അത് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ അല്ലെങ്കിൽ പാകിസ്ഥാനൊക്കെ എത്രയോ തവണ ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റിലും ഹിറ്റ് ലിസ്റ്റിലും പെട്ടിട്ടുള്ള രാജ്യമാണ്. പാകിസ്ഥാനെ തന്നെ രാജ്യരക്ഷാ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയിട്ടുള്ളൊരു പ്രസ്താവനയുണ്ട്. അതായത് 3 പതിറ്റാണ്ട് കാലം ഞങ്ങളെക്കൊണ്ട് ഈ തീവ്രവാദി സംഘങ്ങളെ ഉണ്ടാക്കി അവരെ തീറ്റിപ്പോറ്റിച്ചത് ഈ പാശ്ചാത്യ ശക്തികളാണ് എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, രാജ്യരക്ഷാമന്ത്രിയാണ് അവിടുത്തെ. അപ്പം പാകിസ്ഥാൻ ഓൾറെഡി ഒരു ബ്രാക്കറ്റിൽ കിടക്കുന്ന ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ട് നമ്മൾ അവലംബിക്കുന്ന അതേ സമീപനം അവർ കോപ്പി ചെയ്താലൊന്നും നമ്മുടെ ഒപ്പം എത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം കൂടെ പറയാം, ഒരുപക്ഷെ നമ്മുടെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതായത് നമ്മുടെ സമ്പദ്ഘടന, അതായത് അതുപോലെ പാകിസ്ഥാൻ്റെ സമ്പദ്ഘടന, ഇത് താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയെക്കാളും 11 മടങ്ങുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. നയതന്ത്രപരമായിട്ടും നിയമപരമായിട്ടും അതല്ലാതെയും ഈ ക്രിക്കറ്റ് പോലും ഇന്ത്യ ഒരു കടുത്ത നടപടിയെടുക്കുന്നു. ഇത് ഇൻഡസ്ട്രീറ്റ് തൊട്ട് ഇങ്ങോട്ട് ഏഷ്യ കപ്പ് ടൂർണമെൻറ്റ് വരെ ഇന്ത്യ എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അത് പാകിസ്ഥാനെ പരിപൂർണമായി ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കേണ്ടതല്ല, അങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? അങ്ങനെ അല്ല, നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അടൽ ബിഹാരി വാജ്പേയിയുടെ ഒരു വാക്കുകളുണ്ട്. 2 കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളിൽ ഒരുപക്ഷെ ഈ ഒരു സന്ദർഭത്തിന് ചേരുന്ന നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യുദ്ധം തുടങ്ങുമ്പോഴത് നമ്മുടെ കയ്യിലായിരിക്കും, അവസാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലായിരിക്കില്ല, അത് വേറെ ആളുടെ കയ്യിലായിരിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഈ പാർലമെൻറ്റ് അറ്റാക്ക് നടന്ന സമയത്ത് ഒരു യുദ്ധത്തിലേക്ക് അദ്ദേഹം അടൽ ബിഹാരി വാജ്പേയി പോയില്ല. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, പക്ഷെ നമുക്ക് അയൽവക്കക്കാരെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. പാകിസ്ഥാൻ എന്താണ് നമ്മുടെ അയൽവക്കമാണ്. അതുകൊണ്ട് ആ അയൽവക്കവുമായിട്ട് നമുക്ക് ഒരു ബന്ധവും പാടില്ല എന്ന് പറയാനും പറ്റില്ല. നമ്മൾ എൻഗേജ്മെൻറ്റിലൂടെ പറ്റുള്ളൂ. അത് നയതന്ത്ര ചാനലിലൂടെ, രാഷ്ട്രീയ ചാനലിലൂടെ, രാഷ്ട്രീയേതര ചാനലിലൂടെ എൻഗേജ്മെൻറ്റിൽ നടക്കണം. പക്ഷേ നിരന്തരമായി ഈ തീവ്രവാദി ആക്രമണം, ഭീകരാക്രമണം നടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് എൻഗേജ്മെൻറ്റുമായിട്ട് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എങ്കിൽ പോലും വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് സർഗാത്മകമായ ക്രിയാത്മകമായിട്ടുള്ള എൻഗേജ്മെൻറ്റ് പാകിസ്ഥാനുമായിട്ട് ഉണ്ടാകണം. അതല്ലാതെ
യുദ്ധം കൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കഴിഞ്ഞ ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പല മാധ്യമങ്ങളിലും എന്താണ് വന്നുകൊണ്ടിരുന്നത്, പാകിസ്ഥാനെ അടിച്ച് പാരത്തി ചെരുപ്പെടുത്തണം, പാകിസ്ഥാനെ അടിച്ചു വരുത്തി അവിടെയുള്ള ഇപ്പം തന്നെ ഭാഗികമായിട്ടുള്ളൊരു സിവിലിയൻ ഭരണകൂടത്തെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ആ തീവ്രവാദികളുടെ കയ്യിലേക്ക് ആ രാഷ്ട്രം പോവുക. ആണവ രാജ്യമാണ്. ആ ആണവ രാജ്യത്തിൻ്റെ നിയന്ത്രണം തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയാൽ അതിൻ്റെ പ്രത്യാഘാതം ചെറുതാവുമോ? ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് പക്ഷത്തുള്ള ഗവൺമെൻറ്റിനെ എല്ലാവരും കൂടെ തുരുത്തി. അവസാനം ഇപ്പോൾ എന്താ സംഭവിച്ചത്? ഏറ്റവും വലിയ തീവ്രവാദ സംഘടനയായിട്ടുള്ള താലിബാൻ്റെ കയ്യിലേക്ക് വന്നു ആ രാജ്യം. ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യാഥാർത്ഥ്യബോധവും കൂടി നമുക്ക് വേണം. പക്ഷേ സഹകരിക്കാൻ എപ്പോൾ പറ്റും, സഹകരിക്കേണ്ടതിൻ്റെ തലങ്ങളേതാ എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായിട്ടും രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് അത് കൃത്യതയോടുകൂടി മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട കാര്യമാണ്. ഈ തരത്തിൽ ഒരുപക്ഷെ നിലപാടെടുത്തുകൊണ്ടാകണം ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ പാക് അനുകൂല നിലപാടാണ് എടുക്കുന്നത് എന്ന തരത്തിലുള്ള വലിയ പ്രചാരണമൊക്കെ ആയിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ, എക്സിലൊക്കെ പ്രത്യേകം അങ്ങനെ വന്നിരുന്നു. അത് ഞാൻ കണ്ടിട്ടില്ല. കാരണം വെച്ചാൽ പാക് അനുകൂല നിലപാടെടുക്കുന്ന എന്നെ എന്തായാലും ഇതുപോലുള്ള ഒരു പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ലല്ലോ. പാക് അനുകൂല നിലപാടെടുക്കുന്നു എന്ന് ആക്ഷേപിക്കപ്പെട്ടവരിൽ നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി കൂടി ഉണ്ടായിരുന്നുള്ള കാര്യം മറക്കരുത്. അതൊക്കെ ഈ പറഞ്ഞ തീവ്ര ദേശീയക്കാരുടെ അല്ലെങ്കിൽ വിഷലിപ്തമായി പ്രചരണം നടത്തുന്ന ആൾക്കാരുടെ കൺകെട്ട് വിദ്യകളല്ലേ. അതൊന്നും നമ്മൾ ഗൗരവമായി എടുക്കേണ്ട കാര്യമില്ല. നമ്മളിനി എന്ത് പറഞ്ഞാലും അതിലൊരു തെറ്റ് കണ്ടുപിടിച്ചിട്ട് അതിലൊരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കും. പക്ഷേ ഇന്ത്യ എന്താണ്, അന്താരാഷ്ട്ര രാഷ്ട്രീയം എന്താണ്, ഡിപ്ലോമസി എന്താണ് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്. ആ ധാരണ എന്ന് പറയുന്നത് ഞാനെന്നുള്ള വ്യക്തിയുടെയല്ല, ഇന്ത്യ എന്നുള്ള രാഷ്ട്രത്തിന് ഒരുപാട് സംഭാവന ചെയ്ത ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രദാനം ചെയ്യുന്ന ഒരു ദിശാബോധമാണ്. ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഉന്നയിച്ച അവകാശവാദങ്ങൾ അടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും രാജ്യത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചോ പഹൽഗാം ആക്രമണത്തെ സംബന്ധിച്ചോ ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമല്ല, വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട സമയമല്ല. അത് രാജ്യവിരുദ്ധർക്ക് ആയുധം കൊടുക്കുകയാണ് എന്ന് BJP നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അതിൽ കഴമ്പുണ്ടോ? അതിൽ കഴമ്പില്ല. എന്താ കാരണം വെച്ചാൽ ഈ ചോദ്യങ്ങളിപ്പോൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ഇന്നലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ ചോദ്യങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് വന്നല്ലോ. ഞാൻ തന്നെ ചോദിച്ചിരുന്നു, എത്രയോ ആൾക്കാർ ചോദിച്ചിരുന്നു. നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ട യുദ്ധ സാമഗ്രികളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ പോലും ഉണ്ടായിരുന്നു. അതുപോലെ ട്രംപിൻ്റെ നിലപാടുകളെക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ചുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. പഹൽഗാമിൽ ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അമേരിക്ക ഈ വെടിനിർത്തലിൽ എന്ത് പങ്കാണ് വഹിച്ചതെന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. എല്ലാ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ചോദിച്ചിരുന്നു. ഒരു പക്വതയാർന്ന ജനാധിപത്യ രാജ്യത്ത് കൃത്യമായ ചോദ്യങ്ങൾ അനിവാര്യമാണ്. ആ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ചോദ്യങ്ങൾ നമ്മൾ വിദേശത്ത് മറ്റൊരു രാജ്യവുമായിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ ചോദ്യങ്ങൾ നമ്മൾ ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മുടെ രാജ്യത്ത് ആ ചോദ്യങ്ങൾ ഉയരണം. അതാണ് ജനാധിപത്യം. ചോദ്യങ്ങളില്ലാത്ത ഒരു ജനാധിപത്യമുണ്ട്. ഏകമാനമായിട്ടുള്ളൊരു പ്രതിപാദനം മാത്രം മതിയോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്താൽ പോരാ, പാർലമെന്റിനെ അഭിസംബോധന ചെയ്യണം. അഭിസംബോധനയ്ക്ക് ശേഷം ഞങ്ങൾക്കുള്ള സംശയങ്ങൾ, സന്ദേഹങ്ങൾ, ചോദ്യങ്ങൾ ഇതൊക്കെ അദ്ദേഹം കണക്കിലെടുത്ത് മറുപടി പറയണം. അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അതിലാരെയും ഭയക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഈ അതിതീവ്രത എന്നുള്ളൊരു വാക്കുള്ളത് കൊണ്ടാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി പോലും ഒരു സെമിനാർ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങളൊക്കെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്ന കാര്യമാണ്. സ്വാഭാവികമായിട്ടും താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കേണൽ സോഫിയ ഖുറേഷിക്കെതിരെ ഉണ്ടായ പരാമർശം, വിക്രം മിശ്രയ്ക്ക് നേരെ ഉണ്ടായ സൈബർ ആക്രമണം, സുപ്രീം കോടതിക്ക് നേരെ RSS നേതാവ് നടത്തിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള ഒരാളായിരുന്നെങ്കിൽ ഇത് ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുമായിരുന്നു, CPM തന്നെ ആയിരുന്നെങ്കിൽ ഏത് തരത്തിൽ വ്യാഖ്യാനിക്കുമായിരുന്നു എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ രാജ്യസ്നേഹത്തിൻ്റെ ക്രൈറ്റീരിയ പലർക്ക് പലതാണ്, അല്ലെങ്കിൽ അതിലൊരു ഇരട്ടത്താപ്പുണ്ട് എന്നൊക്കെ ഒരിക്കലും തോന്നാത്ത രീതിയിൽ ഇപ്പോൾ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണോ ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്? അല്ല, നമ്മുടെ രാജ്യത്ത് അതിശക്തമായ ഒരു ധ്രുവീകരണം നടക്കുന്നുണ്ട്, വിഷലിപ്തമായിട്ടുള്ള പ്രചരണം നടക്കുന്നുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു യുദ്ധജരം നടക്കുന്നുണ്ട്, മതങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പ്രചരണമുണ്ട്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോഴും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കെങ്കിലും ചില കാര്യങ്ങൾ പറയാനുള്ള സാവകാശം ഈ രാജ്യത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം അശോക സർവകലാശാലയിലെ ഒരു അധ്യാപകൻ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിനെതിരെ ഡൽഹി പോലീസ് കേസെടുത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. എന്തായിരുന്നു കാരണം? ഒരു കാരണമില്ല. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അതായത് ഇതൊക്കെ ശരി, സോഫിയ ഖുറേഷിയൊക്കെ നല്ലത് തന്നെ, അവരെയൊക്കെ നമ്മൾ ശ്ലാഘിക്കണം. അതേസമയം തന്നെ ഒരു വിഭാഗത്തിൻ്റെ വീടുകളിലേക്ക് ബുൾഡോസറുകൾ അയക്കുന്ന രാഷ്ട്രീയം ഇനിയും അവസാനിക്കണം എന്നല്ലേ പറഞ്ഞു. അതിലെന്താ തെറ്റിരിക്കണത്?
അപ്പോൾ അതൊന്നുമില്ല. അതുപോലെ ഒരു പക്ഷത്തെ മാത്രം കേന്ദ്രീകരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ BJPയുടെ ഒരു മന്ത്രി BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് നിഷികാന്ത് ദുബെ എന്താ പറഞ്ഞത്? അതായത് ഇന്ത്യയിൽ ആഭ്യന്തര യുദ്ധം നടത്തുകയാണ്, സൃഷ്ടിക്കുകയാണ് സുപ്രീം കോടതി എന്നല്ലേ പറയേണ്ടത്. യഥാർത്ഥത്തിൽ എത്ര ദേശവിരുദ്ധമായിട്ടുള്ള പ്രസ്താവനയാണ്. വേറെ ആരെങ്കിലുമാണ് നടത്തിയിരുന്നെങ്കിൽ UAPA ചുമത്തില്ലായിരുന്നു. ഇപ്പം ഈ സോഫിയ ഖുറേഷിക്കെതിരെ പ്രചരണം നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിഷലിപ്തമായിട്ടുള്ള പരാമർശം നടത്തിയ ആ വിജയ് ഷാ എന്നുള്ള മധ്യപ്രദേശിലെ മന്ത്രി മറിച്ചായിരുന്നുവെങ്കിൽ ഒരു UAPA ചുമത്തി ജയിലിൽ കിടക്കേണ്ട ആളല്ലേ. അദ്ദേഹം ഇപ്പോഴും മന്ത്രിയായിട്ട് തുടരുക. ഈ കാപട്യമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഇരട്ടത്താപ്പ് ഈ രാജ്യത്തെ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് മാത്രമല്ല, അതിന് തൊട്ട് മുൻപും പല വിഷയങ്ങളിൽ അതിശക്തമായിട്ടുള്ള പരാമർശങ്ങൾ, വിമർശനങ്ങൾ താങ്കളുടെ ഭാഗത്തുണ്ടാവുക, അത് പലതവണ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പോയി. ഈ CPMന്റെ രാജ്യസഭാ കക്ഷിയായതിനു ശേഷം വിമർശനങ്ങൾക്ക് കുറച്ചുകൂടെ മൂർച്ച കൂട്ടി എന്ന ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. CPM എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ അഭിപ്രായങ്ങളല്ലേ ഞാൻ പറയുന്നത്. എൻ്റെ കയ്യിൽ നിന്നും ഞാൻ ഇട്ടെന്ന് ഞാൻ പറയാറില്ലല്ലോ. CPMന്റെ നിലപാടാണ്. പിന്നെ എൻ്റെ ഭാഷയുണ്ടാവും. ആ ഭാഷ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർക്ക് ഹിതകരമായി തോന്നും, ചില ആൾക്കാർക്ക് അത് ഹിതകരമെല്ലാം തോന്നും. അതല്ലാതെ എൻ്റേതായിട്ടുള്ളൊരു അഭിപ്രായമല്ല പറയുന്നത്. എൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സുവിക്തമായിട്ടുള്ള അഭിപ്രായം മാത്രമാണ് ഞാൻ പാർലമെൻറ്റിനുള്ളിലും പാർലമെൻറ്റിന് പുറത്തും പറയുന്നത്. ചില ആൾക്കാർക്ക് അതൊക്കെ അസ്വസ്ഥത സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ കാപട്യത്തിൻ്റെ മുഖം മൂടി വലിച്ചു നീക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതയാണ് അതിൽ നിന്ന് വരുന്നത്. അതിൽ നമ്മളധികം എന്താ പറയുക, ബേജാറാകേണ്ട കാര്യമില്ല. അതൊക്കെ ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കണം. ജോർജ് കുര്യനെതിരെ വിമർശനം, അത് സുരേഷ് ഗോപിയുമായിട്ട് കൊമ്പ് കോർത്തത്, അങ്ങനെ കേരളത്തിൽ നിന്ന് കേന്ദ്ര തലത്തിലുള്ള നേതാക്കന്മാരോട് കുറച്ചുകൂടെ ഇവർക്കാണ് ഒരുപക്ഷെ സംസ്ഥാനത്തിന് വേണ്ടി എന്തെങ്കിലും കൂടുതൽ ചെയ്യാനൊക്കെ കഴിയുക എന്നൊരു നിലയിൽ അവർക്കെതിരെ വിമർശനം കുറച്ച് കൂട്ടി പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? വ്യക്തിപരമായിട്ടുള്ള പരാമർശമൊന്നും ഞാൻ നടത്താറില്ല. ഒരിക്കലും ഞാൻ വ്യക്തിപരമായ പരാമർശം നടത്താറില്ല. പക്ഷേ അവർ ചെയ്യുന്ന ചില പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഈ വഖഫ് ബില്ലിൻ്റെ പശ്ചാത്തലത്തിൽ ജോർജ് കുര്യൻ നടത്തിയിട്ടുള്ള പ്രസംഗം പാർലമെൻറ്റിൽ, അതുപോലെ തന്നെ സുരേഷ് ഗോപി സ്വീകരിച്ച സമീപനം, ഈ മുനമ്പത്തെ മുൻനിർത്തിയിട്ട് ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി BJP നടത്തിയ ശ്രമങ്ങൾ, ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും അതിനെ നിങ്ങളുടെ ഭാഷ പറഞ്ഞ പൊളിച്ചെടുക്കുക എന്നുള്ളത് എന്നിൽ അർപ്പിതമായിട്ടുള്ളൊരു ദൗത്യമല്ലേ. അത് അവരോടുള്ള വ്യക്തിപരമായിട്ടൊരു നീരസമല്ല. ഇപ്പോൾ സുരേഷ് ഗോപിയായിട്ട് എനിക്ക് യാതൊരുവിധ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും നീരസോ സ്പർദ്ധയൊന്നുമില്ല. ഞാനത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്ക് പ്രതിയോഗികളുണ്ടാകാം, ശത്രുക്കളില്ല. നമ്മുടെ നിലപാടുകളാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഒരിക്കലും വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കാൻ പോകാറേയില്ല. പക്ഷെ അവരുടെ രാഷ്ട്രീയത്തെ ഞാൻ ഒരു പക്ഷേ വിമർശിക്കുകയും എക്സ്പോസ് ചെയ്യുകയും ചെയ്യും. അത് ഞാനെന്നുള്ള ഒരു രാഷ്ട്രീയ ജീവി ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യണ്ടേ, ചെയ്യാതിരിക്കാൻ പറ്റുമോ? വിഴിഞ്ഞത്ത് നിങ്ങൾ രണ്ടുപേരും കണ്ടപ്പോഴുള്ള ആ സ്നേഹാശ്ലേഷമൊക്കെ അന്ന് ഹൈലൈറ്റായിട്ട് ചിത്രങ്ങൾ നിറഞ്ഞതാണ്. അപ്പോഴും പക്ഷേ ഈ വിമർശനത്തിന് ശേഷം പ്രകടമായിട്ട് സുരേഷ് ഗോപി നീരസം പ്രകടിപ്പിച്ചിരുന്നു. അതൊക്കെ മാധ്യമങ്ങളുടെ മുന്നിലാണ്. പോയി ജോൺ ബ്രിട്ടാസിനോട് ചോദിച്ചോളൂ എന്ന തരത്തിലൊക്കെ അദ്ദേഹം പരാമർശം നടത്തിയിരുന്നു. രാഷ്ട്രീയപരമായിട്ട് ഈ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അങ്ങനെ കൂടിയുണ്ടോ? അല്ല, എനിക്കെതിരെ വ്യക്തിപരമായ പരാമർശം നടത്തിയ സമയത്തും എന്നോട് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞാനെന്താ പറഞ്ഞ്, ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ മോശമായി ചിത്രീകരിച്ചിട്ടില്ല. ഞാൻ ആകെ പറഞ്ഞത്രയേ ഉള്ളൂ, സുരേഷ് ഗോപിക്ക് ഒരു രാഷ്ട്രീയ സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി BJPക്കാരെ സഹായിക്കണമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഒരു മോശമായിട്ടില്ല. അത് മാത്രം അദ്ദേഹം എൻ്റെ സ്നേഹിതനാണെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം എനിക്കെതിരെ പരാമർശം നടത്തിയെന്ന് നിങ്ങൾ പറഞ്ഞ ശേഷമാണ് ഈ വിഴിഞ്ഞത്ത് ആ സ്റ്റേജിൽ അദ്ദേഹം എന്നെ കണ്ട് വളരെ സൗഹാർദ്ദം പ്രകടിപ്പിച്ചത്. എനിക്കതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു വിമിഷ്ടവുമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാനെന്നും അദ്ദേഹത്തെ കണ്ടിരുന്നത് അങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം വളരെ സ്നേഹത്തോടെ ഞങ്ങൾ പിരിഞ്ഞത്. അതായത് സദേൺ റെയിൽവേ ജനറൽ മാനേജറുടെ ഒരു യോഗം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു, ഞാനും പങ്കെടുത്തിരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പിരിഞ്ഞത്. രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ ശക്തമായി പറയണം. അതേസമയം വ്യക്തിപരമായിട്ടുള്ള സ്പർദ്ധകളും വിരോധങ്ങളും രാഷ്ട്രീയത്തിൽ ഭൂഷണമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിപ്പോൾ. CPMൻ്റെ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരാളാണ്, അതിനെ പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വ്യക്തികളെ ഞാൻ മോശക്കാരാക്കേണ്ട കാര്യമുണ്ടോ? എത്രയോ ആൾക്കാർ നമ്മുടെ സൗഹൃദ വലയത്തിലുണ്ട്, അവരോട് നല്ല കാര്യങ്ങളൊക്കെ പറയാറില്ലേ? അതിനൊന്നും ബുദ്ധിമുട്ടുണ്ടാകേണ്ടതില്ലെന്നാണ് എൻ്റെ ഒരു നിലപാട്.
മുനമ്പം പരാമർശിച്ചതുകൊണ്ടാണ് ഒരു ചോദ്യം കൂടി. മുനമ്പം ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ BJP നേതാക്കന്മാർക്കെതിരെ നിശിതമായിട്ടുള്ള വിമർശനം നടത്തിയത്. പക്ഷേ മുനമ്പത്തെ സമരക്കാർക്കൊപ്പമാണ് ഇടതുപക്ഷം എന്ന് കൺവിൻസ് ചെയ്യാൻ CPM കഴിഞ്ഞില്ല, സർക്കാരിന് കഴിഞ്ഞില്ല. ആ ഒരു സ്പേസ് BJPക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതിലൊരു പക്ഷേ രാഷ്ട്രീയ നീക്കം നടന്നിട്ടുണ്ടാകാം. അത് ഇടതുപക്ഷം തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകി. അതല്ലേ സംഭവിച്ചത്? അല്ല, ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഞങ്ങളുടേതല്ലാത്ത കാരണത്തിൽ ഞങ്ങളെ വിമർശിക്കുന്ന ഒരു രീതി കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഈ മുനമ്പം എന്ന് പറയുന്ന വിഷയം യഥാർത്ഥത്തിൽ കേന്ദ്രം കൊണ്ടുവന്ന നിയമങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയം തന്നെയാണത്. ഇപ്പം ഈ വഖഫ് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നുള്ളത് ആരാണ്? ഞങ്ങളാണ് കൊണ്ടുവന്നത്. കോൺഗ്രസ് ഗവൺമെൻറ്റുകളല്ലേ കൊണ്ടുവന്നിട്ടുള്ളത്. UPA ഗവൺമെൻറ്റുകളല്ലേ ഇതൊക്കെ ഭേദഗതി ചെയ്തിട്ടുള്ളത്. അന്ന് ആ ഭേദഗതിക്ക് പിന്തുണ നൽകിയ പാർട്ടികളിൽ BJP ഉണ്ടായിരുന്നില്ലേ? അതിൽ CPM-ഉമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? പക്ഷെ മുനമ്പം വിഷയം വന്നപ്പോഴെന്താ ഞങ്ങൾ പറഞ്ഞത്? അവിടെ ഉള്ള ഒരാളുടെയും പോലും കിടപ്പാടം നഷ്ടപ്പെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുന്ന ഒരു സോളം അഷുറൻസ് അല്ലേ. അന്നേരം എന്താ പറഞ്ഞേ? ഈ പുതുതായിട്ട് വരാൻ പോകുന്ന വഖഫ് നിയമം കൊണ്ട് മുനമ്പംകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് BJP-ക്കാർ പറഞ്ഞു. BJP-ക്കാർ പറഞ്ഞതെല്ലാം നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വളരെ പോസിറ്റീവായിട്ട് റിപ്പോർട്ട് ചെയ്തു. ആ പാവപ്പെട്ട മുനമ്പംകാരെ പറ്റിച്ചു. ഇപ്പം ബില്ല് വന്നു, നിയമമായി. അത് എന്താണെന്നുള്ള മനസ്സിലായപ്പോൾ അതിന് യാതൊരു മുനമ്പം കണക്ഷനില്ല എന്നുള്ളത് വ്യക്തമായി. BJP-ക്കാർ ജനങ്ങളെ അവഹേളിക്കുക എന്നുള്ള കാര്യം വ്യക്തമായി. അപ്പോൾ ചില കാര്യങ്ങൾ നുണകൾ കെട്ടിപ്പൊക്കി കഴിയുമ്പോൾ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പൊളിഞ്ഞു വീഴും. അപ്പോൾ അത് മുനമ്പത്തെ BJP-യുടെ തിരക്കഥ പൊളിഞ്ഞു വീണിരിക്കുന്നു. ഇപ്പോൾ വളരെ കൃത്യമാണ്. ഇടതുപക്ഷ സർക്കാർ അവിടെയുള്ള ഓരോരുത്തരെയും സംരക്ഷിക്കും. അത് ആ ഒരു വാക്ക് പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് BJP എത്രയോ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ ഉത്തരേന്ത്യയിൽ, ഞാനിപ്പോൾ ഡൽഹിയിൽ നിന്നാ സംസാരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയെന്ന് ഞാൻ പറയുന്നത്, ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ ആരാധനാലയങ്ങളെല്ലാം തല്ലിത്താർക്കുന്നു. അവിടെ ഈ പറഞ്ഞ ആൻറ്റി കൺവേർഷൻ നിയമം എന്ന് പറയുന്നത് വെപ്പൺ പോലെയാണ്. ബൈബിള് കൈവച്ചാൽ പോലും അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം. എന്നിട്ട് കേരളത്തിൽ അരമന തോറും കേക്കുമായിട്ട് നടക്കുക BJP-ക്കാർ. അരമന തോറും, അതായത് അരമനയുടെ പടി ചവിട്ടിയിട്ട് കേക്ക് വിതരണം ചെയ്യുക. ഈ കാപട്യമൊക്കെ നമ്മൾ എത്ര കാലം സഹിക്കും? ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ മുന്നമാരും ജൂദാസുമാരുമാണ്, അവരുടെ സംസ്കാരമാണെന്ന് നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെയല്ലേ ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുക? അതാണ് ഞാൻ പാർലമെൻറ്റിൻ്റെ ഉള്ളിലും പുറത്തും പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുമ്പോഴുള്ള ചോദ്യം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ദിനത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത് ജനങ്ങൾക്കും അടുത്തു, ജനം ഇത് തിരിച്ചറിയും, ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് എന്ന് ഇതുവരെ ഇല്ലാത്ത ഒരു കോൺഫിഡൻസിൽ കോൺഗ്രസ് പറയുന്ന ഒരു സമയം കൂടിയാണ്. ഇതിനേക്കാൾ കോൺഫിഡൻസ് 2021 തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് ഉണ്ടായിരുന്നു. അവർ സീറ്റൊക്കെ കണക്കൂട്ടി വെച്ചു. 100 സീറ്റ് മന്ത്രിസ്ഥാനങ്ങൾ അവർ വീതിച്ചിരുന്നു. മുഖ്യമന്ത്രിയാകുന്ന ആൾ ഏത് വസ്ത്രമിടണമെന്ന് പോലും തീരുമാനിച്ചിരുന്നു ആ സമയത്ത്. എന്താ സംഭവിച്ചത്? ഇന്ന് കേരളത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ്? അടിസ്ഥാന മേഖലയിലേക്കുള്ള ഒരു വളർച്ച എന്താണ്? കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വളരെ പ്രതികൂലമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടായിട്ട് പോലും ലോകത്തിന് മാതൃകയാകുന്ന രീതിയിലല്ലേ കേരളം കുതിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പറയുന്ന ബലഹീനതകളെയൊക്കെ നമ്മൾ പിന്നോട്ട് തള്ളിക്കൊണ്ടല്ലേ നമ്മൾ പല പദ്ധതികളും നടപ്പിലാക്കിയത്. അസാധ്യമാണെന്ന് കരുതുന്ന പലതും നമ്മൾ നേടിയില്ലേ? അപ്പോൾ ആ ഗവൺമെൻറ്റിന് എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങൾ മനസ്സിലാക്കില്ലേ, തിരിച്ചറിയില്ലേ? കോൺഗ്രസ്സിൽ ഇപ്പോൾ എത്ര പേരാണ് ഉള്ളത്? കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നത്. ഇപ്പോൾ എൻ്റെ പല സ്നേഹിതരും കോൺഗ്രസ്സിലുള്ളവരെന്താ പറയുക, അതായത് 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. 5 അല്ല, യഥാർത്ഥത്തിൽ 6 ഇപ്പം കോൺഗ്രസ്സുകാർ തയ്യാറാണെങ്കിൽ ഞാൻ തയ്യാറാണെന്നാണ് നമ്മുടെ സ്നേഹിതൻ മുരളീധരൻ പറഞ്ഞത്. പോട്ടെ, 6 മുഖ്യമന്ത്രിമാർ അവിടെ ഓൾറെഡി ഉണ്ട് കോൺഗ്രസ്സിൽ. പക്ഷേ വേറൊരു മുഖ്യമന്ത്രിയും കൂടെ പുറത്ത് നിൽപ്പുണ്ട്. ആരാന്നറിയുക? കുഞ്ഞാലിക്കുട്ടി സാഹിബ്. ലീഗിൻ്റെ നേതാവ്, ലീഗിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി പറഞ്ഞു മുഖ്യമന്ത്രിയാകാൻ സർവ്വയോഗ്യനാണ് കുഞ്ഞാപ്പാന്ന് പറഞ്ഞിട്ടില്ലേ? കുഞ്ഞാപ്പയ്ക്ക് നല്ല മോഹമൊക്കെ ഉണ്ട്. അപ്പം 5+1, 5 അല്ല 6+1 7 പേരുണ്ട്. ഇനി PCC അധ്യക്ഷൻ നമ്മുടെ സുധാകരനെ മാറ്റി. ഞാനിവിടെ എന്നോട് പത്രക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോഴും ഓപ്പറേഷൻ സുധാകർ നടത്തിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഓപ്പറേഷൻ സുധാകർ ഈ രാജ്യം ഈ പറഞ്ഞ ഇൻഡോ പാക് സംഘർഷത്തെക്കുറിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സുധാകരനെ വലിച്ച് ചവിട്ടി പുറത്താക്കി. അദ്ദേഹം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾമെൻറ്റ് ബേസിൽ
ഗഡുക്കളായിട്ട് പുള്ളി പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഗഡുക്കളായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം നമുക്കറിയില്ലേ. ഇപ്പോൾ ശശി തരൂർ അദ്ദേഹത്തിന് അവിടെ കാലുറപ്പിക്കാൻ ഇവർ സമ്മതിക്കുന്നുണ്ടോ? കാലുറപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടോ? ഇപ്പം ശശി തരൂരിനെതിരെ എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഞാൻ ഒന്നും കൂടി ചോദിക്കട്ടെ. അതായത് ശശി തരൂരും ചിദംബരവും ജയറാം രമേശും പ്രവർത്തക സമിതി അംഗങ്ങളാണ്. കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതമായിട്ടുള്ള പദവി അലങ്കരിക്കുന്നവരാണ് ഈ 3 പേരും. ഞാനീ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഞാനത് പിൻവലിക്കാം. നിങ്ങൾ ജയറാം രമേശിൻ്റെ എക്സ് അക്കൗണ്ട് പരിശോധിക്കുക. ആ എക്സ് അക്കൗണ്ടിൽ ശശി തരൂരിനെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞ, ഒരു കോൺഗ്രസിൻ്റെ നേതാവ് ഉദിത് രാജ് പറഞ്ഞത് ജയറാം രമേശ് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിദംബരത്തിനെതിരെ നടത്തിയിട്ടുള്ള വളരെ മോശപ്പെട്ട പരാമർശങ്ങൾ ജയറാം രമേശ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതായത് റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഒരേ സമിതിയിലെ 3 അംഗങ്ങളാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഈ അവസ്ഥ ജനങ്ങൾ തിരിച്ചറിയില്ലേ? ഭരണം കിട്ടുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, ഈ രൂപത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകുന്ന മാമാങ്കം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു വകുപ്പ് ജനങ്ങൾക്കില്ലേ? പഴയ പോലെയാണോ? ഇന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയില്ലേ അവർ? ഓരോ നിമിഷം ഇതാ ഈ ഉപകരണത്തിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെപ്പോലെ ചില ആൾക്കാരെ കബളിപ്പിച്ചിട്ട് വേണമെങ്കിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കും. പക്ഷേ സ്പഷ്ടമായിട്ട് കേരള രാഷ്ട്രീയം നോക്കിക്കാണുന്ന ജനങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കഴിയും. ഓക്കെ താങ്ക് യു സാർ. താങ്ക് യു.